ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് ഷോൾ കൊണ്ടൊരു കഫ്താൻ ടോപ്പാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 2.5 മീറ്റർ നീളവും 40 ഇഞ്ച് വീതിയുള്ള ഒരു ഷോളാണ്. ഇതിലേക്ക് ഒരു ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിന് 1.5 മീറ്റർ നീളമുള്ള ഒരു ലൈനിങ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത്ത് 36 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത്. അത് ഞാൻ തയ്യൽ തുമ്പടക്കം 38 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ നീളം അടയാളപ്പെടുത്താം. അതിനായിട്ട് 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി ഞാൻ ആം ഹോൾ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. എൻ്റെ ചെസ്റ്റിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ശേഷം ഷേപ്പ് ലെങ്ത്ത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ച് അതിലൂടെ ഷേപ്പ് റൗണ്ട് അടയാളപ്പെടുത്തുക. ഷേപ്പ് റൗണ്ട് അഥവാ ഷേപ്പ് വിഡ്ത്ത് ഞാനിവിടെ 9 ഇഞ്ചിനോടുകൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അടയാളപ്പെടുത്തുകയാണ്. ശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് 21 ഇഞ്ച് അടയാളപ്പെടുത്തി ആ പോയിന്റിലൂടെ ഹിപ്പ് റൗണ്ട് 10.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അടയാളപ്പെടുത്തി. ഇനി നെക്ക് അടയാളപ്പെടുത്താം. ബാക്ക് നെക്ക് 4.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 7.5 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി ആം ഹോൾ അടയാളപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് ഒരു സ്കെയിൽ വെച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തും ഷേപ്പിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും അടയാളപ്പെടുത്താം. നമുക്ക് ആം ഹോൾ തൊട്ട് ഹിപ്പ് റൗണ്ട് വരെയുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ഷേപ്പിലൂടെ വരച്ചു പിന്നീട് തയ്യൽ തുമ്പിലൂടെയും ഷേപ്പ് വരച്ചു കൊടുത്തു. നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗത്ത് ഹിപ്പ് റൗണ്ടിലേറെ 2 ഇഞ്ച് കൂടുതൽ 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴേക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. താഴെ ഭാഗത്തിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തി കർവായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കർവ് രൂപത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വി നെക്കായിട്ടും ബാക്ക് നെക്ക് റൗണ്ട് നെക്കായിട്ടും ഷേപ്പ് ചെയ്യാം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് 1/2 ഇഞ്ച് വെട്ടി മാറ്റുന്നുണ്ട്. കർവ് അടയാളപ്പെടുത്തിയ ഭാഗം വെട്ടി മാറ്റാം. ഷേപ്പ് അടയാളപ്പെടുത്തിയ ഭാഗത്തിലൂടെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാം. 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണം. എന്നാൽ നമ്മുടെ ഫ്രണ്ട് വൃത്തിയിൽ നിൽക്കുള്ളൂ. ഇനി ലൈനിങ് വെട്ടിയത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ, അതായത് നമ്മുടെ ഷോളിൽ, കഫ്താൻ ഷോളിൽ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ എല്ലാ അളവും അടയാളപ്പെടുത്തുക. നെക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. നെക്ക് നമുക്ക് പിന്നീട് അടയാളപ്പെടുത്താം. മെയിൻ ക്ലോത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ സീം എലവൻസിൻ്റെ അളവ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആം ഹോൾ, ചെസ്റ്റ് ഷേപ്പ് ലെങ്ത്ത് ഷേപ്പ് റൗണ്ട്, ഹിപ്പ് ലെങ്ത്ത് ഹിപ്പ് റൗണ്ട് എന്നിവ അടയാളപ്പെടുത്തി താഴോട്ട് അടയാളപ്പെടുത്തുക. മെയിൻ ഫാബ്രിക്കിൽ ഞാൻ 41 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. എനിക്ക് 40 ഇഞ്ചാണ് ആവശ്യം. ഷോളിൻ്റെ താഴ്ഭാഗം വെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ 41 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി സ്ലീവിന് ആയി ഞാൻ ഇതിൻ്റെ ഷോളിൻ്റെ ഫുൾ വീതിയും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിലൂടെ നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. ഇനി അതിൻ്റെ മേലെ ലൈനിങ് തുണി കട്ട് ചെയ്തത് ഞാൻ വെച്ച് കൊടുക്കണം. എല്ലാം ഒരുപോലെ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത ഭാഗത്ത് സെൻറ്ററിൽ ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് 7.5 ഇഞ്ചും ബാക്ക് നെക്ക് 4.5 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഞാൻ വി നെക്കാണ് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ലൈനിങ് തുണിയിൽ ക്രോസ് പീസ് വെച്ച് ആം ഹോൾ തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കുക. മെയിൻ ഫാബ്രിക്
മടക്ക് നിവർത്തി അതിൻ്റെ മേലെ ലൈനിങ് തുണി നിവർത്തി വെച്ച് രണ്ട് മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും നെക്ക് ഒരുപോലെ വെച്ച് അതിൻ്റെ ചുറ്റുഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൽ ഓരോ കട്ട് ചെയ്ത് കൊടുക്കുക. മെയിൻ ക്ലോത്ത് മറിച്ചിടുമ്പോൾ ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ഫാബ്രിക് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നമ്മളുടെ കഴുത്ത് ശരിയായി. നമ്മുടെ കഫ്താൻ്റെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലൈനിങ്ങിൻ്റെ ചീത്തവശത്തിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത ബോഡി പാർട്ടിൻ്റെ അളവ് ഇതിലൂടെ തയ്ച്ചു കൊടുക്കാം. ലൈനിങ്ങിൻ്റെ രണ്ട് സൈഡും അടിച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കിയെടുക്കാം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കായ ഷോളിൻ്റെ രണ്ട് വശവും തയ്ച്ചു കൊടുക്കാം. ഷോളിൻ്റെ നല്ല വശത്തിലൂടെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. ആ മോളിൻ്റെ അളവ് വിട്ടതിന് ശേഷം അതിൻ്റെ താഴെ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടത്. ഷോളിൻ്റെ താഴെ ഭാഗം 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കഫ്താൻ്റെ ബോഡി ഷേപ്പ് രണ്ടും തയ്ച്ചെടുത്തതിന് ശേഷം ഷോളിൻ്റെ രണ്ട് വശവും മടക്കി തയ്ച്ചെടുക്കാം. താഴെ വശവും തയ്ച്ചെടുക്കാം. കഫ്താൻ്റെ നെക്ക് ഞാനൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് നെക്കിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു പീസ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ ലുക്ക് കാണാം.